ഹലോ എവ്രിവൺ, വെൽക്കം ടു മാക്സ്ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര പ്രിയങ്കരനായ ഒരാളാണ്. വേറെ ആരുമല്ലാതെ ഡോക്ടർ രജിത് കുമാർ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സിനിമകൾ ചെയ്ത് കുറേ സിനിമകൾ പെട്ടിയിലിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ കാത്തിരിക്കും. ഇപ്പോൾ നമുക്കുണ്ടാകും സ്വാഭാവികമായിട്ട് ഒരു ആർട്ടിസ്റ്റിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ചെയ്ത് കഴിഞ്ഞ സിനിമ പുറത്തിറങ്ങിയില്ല, റിലീസാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുറേ സാഹചര്യങ്ങൾ വെച്ച് അങ്ങനെ ഡിലേ ആയി പോകുന്നതാണ്, നീണ്ടു പോകും. അതെ. ഇപ്പോൾ ഒരു സിനിമ, വളരെ നല്ലൊരു സിനിമ നാളെ 24-ാം തീയതി റിലീസിന് റെഡിയായിരിക്കുകയാണ്. സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ്, ആ പേരിൽ തന്നെ എന്തൊരു സൂപ്പർ, അല്ലെങ്കിൽ ഒരു ഊർജ്ജം വരുന്നൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ആ സിനിമയെ പറ്റി കൂടുതൽ പറയാമോ? അതിൽ സാർ എന്താണ് ക്യാരക്ടർ ചെയ്യുന്നത്? സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ് എന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഷീ വാസ് റൈറ്റ് ആകുമ്പോൾ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മീനാക്ഷിയാണ്. ഒപ്പത്തിൽ ലാലേട്ടൻ്റെ മോളായി ചെയ്ത കൊച്ചുകുട്ടിയല്ല ഇപ്പോഴത്തെ കുട്ടി, ഇപ്പോഴേ കുറച്ച് വലിയ കുട്ടിയാണ്. ആ കുട്ടി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഒരു വിന്നറാകുന്നതും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും. പക്ഷേ വിന്നറാകുമോ ആകൂലേ എന്നുള്ളതിൻ്റെ റിസൾട്ട് വേറെ. വിന്നറാകും എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ വിന്നറാകുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ഡൗട്ടിൻ്റെ ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും പ്രോബ്ലംസും ഉണ്ടാകും. അപ്പം ഒരു കോളനി ബേസ് ചെയ്തും ഒരു ഏരിയ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യം ഇപ്പോഴത്തെ പശ്ചാത്തലമുണ്ടല്ലോ, ലഹരി മാഫിയകൾ, അതുപോലെ തന്നെ കുട്ടികൾ പലരും പഠനത്തിൽ പുറകിലേക്കായിട്ട് വേണ്ടാത്ത പരിപാടികളിൽ മുമ്പോട്ടായിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്കെല്ലാം ഒരു മോഡലായിക്കൊണ്ട്, മാതൃകയായിക്കൊണ്ട് ഈ കുട്ടിയും വെച്ചാൽ നമ്മുടെ മീനാക്ഷിയും ടീമും അവരെല്ലാം കാഴ്ചവെക്കുന്ന കുറേ പ്രവർത്തനങ്ങളും ഇത് ഉണ്ടാക്കുന്ന വിജയങ്ങൾ, അത് പിന്നെ പരാജയങ്ങൾ, പിന്നെ വിജയങ്ങൾ, ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങ് ഡെസ്പറേറ്റ് ആവും, കംപ്ലീറ്റ് ആയിട്ട് പോകും. അയ്യോ ഇനി അതാണ് പോയി എന്നത്, ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ഡിപ്രഷനൊക്കെ വന്ന് കയറും, ഡൗൺ ആവും, ഇതൊക്കെയാണ്. പക്ഷേ അവിടെയും നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്, ഇഗ്നൈറ്റ് യുവർ മൈൻഡ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ അത് ഏതൊക്കെ വഴിയിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എന്ന് വെച്ചാൽ നമുക്കിന്ന് കുട്ടികൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അത് വാല്യൂ ബേസ്ഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരിലൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇന്ന് കുറവാണ്. സാറാണെങ്കിലും ഒരു ടീച്ചർ, അങ്ങനത്തെ നിലയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ കൗൺസിലറായിരുന്നു 17 വർഷം, 2000-ഓളം കൗൺസിലിംഗ് ഷോ, ഏകദേശം 10-20 ലക്ഷം കുട്ടികൾ, കേരളം, ഗൾഫ്, UAE, GCC ഉൾപ്പെടെയുള്ള ഒത്തിരി രാജ്യങ്ങൾ കൗൺസിലിംഗ് ഷോ നടത്തി. കുറേ ഞാൻ MS സൈക്കോതെറാപ്പി പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഡിഗ്രികളായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിത പ്രാരാബ്ദമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ വേണ്ടി, കാരണം എനിക്ക് മക്കളില്ല, കുടുംബമില്ല. അപ്പോൾ മറ്റു കുട്ടികളിൽ വരുന്ന ഗുണപരമായ മാറ്റം എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഏകദേശം 2000-ഓളം കൗൺസിലിംഗ് ഷോ. ഈ ഒരു കൗൺസിലിംഗ് ഷോ എന്ന് പറയുന്നത് 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് അവർ റെഡിയല്ലേ, 9:30 റെഡിയായാൽ മൈക്ക് താഴെ വയ്ക്കുന്നത് 3 മണിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കാം. അപ്പോൾ അത്രയും നേരം കണ്ടിന്യൂസ് 700+ കുട്ടികൾ അവരുടെ പാരൻസ്, അല്ലെങ്കിൽ 500+2 കുട്ടികൾ അവരുടെ പാരൻസ്, അങ്ങനെ ആയിരക്കണക്കിന് പാരൻസ് ഒരു ഷോയിൽ ഞാനിങ്ങനെ സുവിശേഷ പ്രഭാഷകനെ പോലെ വിളിച്ചലറി. അതിൽ ബയോളജിക്കലും സൈക്കോളജിക്കലും, എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. അപ്പോൾ ശാസ്ത്രീയ വശങ്ങളും അതിലൂടെ വാല്യൂ കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ബൈബിളും ഖുറാനും ഗീതയും രാമായണവും ഭാഗവതവും അതിൻ്റേതായിട്ടുള്ള എല്ലാ സയൻറ്റിഫിക് ആസ്പെക്റ്റുകൾ ആ സമയങ്ങളിൽ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നതും ഈ കാര്യങ്ങൾ 3-4 മണിക്കൂർ കൊണ്ട് കേട്ട് വിഷ്വൽസ് കാണിക്കും. കുറേ വിഷ്വൽസും കാണിച്ച് ഇതിലൂടെ കുട്ടികൾ മാറ്റം എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണർമാർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് മീൻസ് അല്ല സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. IPSകാരൻ, ഇപ്പം MR അജിത് കുമാർ ADGP ആയിട്ടുള്ള സാറ് എറണാകുളം പോലീസ് ട്രാഫിക് പോലീസ് ഫാമിലിക്ക് ഷോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നല്ല മനസ്സുള്ള നല്ലവരായിട്ടുള്ള IPS ഓഫീസേഴ്സിനറിയാം, IASകാർക്കറിയാം, സിവിൽ സർവൻസിന് ധാരാളം പേർക്കറിയാം,
ഡോക്ടേഴ്സിനും അധ്യാപകർക്കും എല്ലാം അറിയാം. അങ്ങനെ 17 വർഷക്കാലമാണ് കുട്ടികളെ നന്മയിലേക്ക് മാറ്റിയെടുത്ത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേദികൾ, ഏകദേശം 2000 വലുതും ചെറുതുമായ 2000 സ്റ്റേജുകളിലൂടെ 18-20 വർഷക്കാലം, ഏകദേശം 2001, 2002 തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത്രയും വർഷക്കാലം, 18 വർഷം കാലം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ ഏകദേശം 500-ഓളം മെമൻറ്റോകൾ, വലിയ സാധനങ്ങളുണ്ട്, ചെറുത് കുറേ ഉടഞ്ഞു പോയി. ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഒരു ഷോയ്ക്ക് എനിക്ക് 10,000 രൂപയെങ്കിലും വാങ്ങാം. ഇന്ന് പല കൗൺസിലിംഗ് ഷോകൾക്കും അല്ലെങ്കിൽ ഇന്ന് പല പരിപാടികൾക്കും 50,000, 25,000 ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. ഞാൻ ഈവൻ 10,000 രൂപ വെച്ച് വാങ്ങിച്ചാൽ പോലും 2000 കൗൺസിലിംഗ് ഷോയ്ക്ക് എത്ര കോടി രൂപയോ? എന്നാൽ ഞാൻ 2 രൂപ പോലും ഒരാളിൻ്റെ നിന്ന് വാങ്ങാതെയായിരുന്നു ഈ 2000-ഓളം കൗൺസിലിംഗ് ഷോകളും നമ്മുടെ ബ്രദർ അല്ലേ, വരൂ ബ്രദർ. അപ്പൊ ഈ ആളെ നമ്മള് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, സാറിന് മുന്നേ അറിയോ? പിന്നെ നമ്മുടെ ബ്രദറാണ്, പുള്ളി ജീനിയസ് ആണ്, ഇന്റലക്ച്വൽ ആണ്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായി വരണമെങ്കിൽ കുറേ സമയം എടുക്കും. ഞാൻ ഈ പറഞ്ഞ 2000 ഷോ നടത്തിയ ഞാൻ കുട്ടികളിൽ വരുത്തിയ മാറ്റങ്ങളും ആ പാരൻസിന് അല്ലെങ്കിൽ ആ കുട്ടികളിൽ അവരുടെ പാരൻസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ പാരൻസിന് കിട്ടുന്ന സന്തോഷവും കുട്ടിക്ക് കിട്ടുന്ന അനുഭൂതിയും കുട്ടിക്ക് കിട്ടുന്ന സന്തോഷവും ഏതൊക്കെയോ ചില സാമൂഹ്യ ദ്രോഹികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, കാരണം കുട്ടിയെ മാറ്റി കിട്ടിയില്ലേ. അപ്പോൾ കുട്ടിയെ മറ്റവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ലഹരി മാഫിയയ്ക്കോ അല്ലെങ്കിൽ മറ്റേ തരത്തിലോ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം പാരൻസിന് മക്കളെ കിട്ടി. കുട്ടികൾ ഏകദേശം LKG, UKG അല്ലെങ്കിൽ UP സ്കൂൾ വരെ പാരൻസിൻ്റെ അടുത്താണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ UP സ്കൂളിൽ തന്നെ ഔട്ടാണ്, പാരൻസിനില്ല. അന്ന് +2 ഒക്കെ കഴിയുമ്പോഴാണ് കുറേയെങ്കിലും മാറുക. പക്ഷേ ആ കുട്ടികളെ +2-ൽ ഈ കൗമാരപ്രായത്തിൽ മാറ്റം വേണ്ടാത്തതിലേക്ക് പോകുന്നതിൽ നിന്നും നമ്മുടെ ഈ 4 മണിക്കൂർ 5 മണിക്കൂർ ഷോ കൊണ്ട് മാറ്റിയെടുത്ത് പാരൻസിന് കൊടുത്ത് അങ്ങനെ ഒരു നല്ല ഹെൽത്തി കുട്ടികളെ 17 വർഷക്കാലം എനിക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. ഈവൻ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഭരണകാലത്ത് വരെ എനിക്ക് ഇത്രയും ചെയ്തു, ഇപ്പോഴാണ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ അവിടെ എവിടെയോ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല.